ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ ഞാൻ കാണിക്കാൻ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. അടിപൊളിയാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സമൂസ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. ഒരു അറബിക് സ്റ്റൈലിലുള്ള സമൂസയാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ. നമുക്കിപ്പോൾ റമദാനൊക്കെ ആണല്ലോ വരുന്നത്. അപ്പോൾ നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയാണ്. അതേപോലെ തന്നെ ഇതെങ്ങനെയാണ് സ്റ്റോർ ചെയ്യാന്നുള്ളത് കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. 2 മാസം വരെ നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറന്നു പോകരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം കേട്ടോ. വീഡിയോസൊക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ അത് ആദ്യം തന്നെ നമ്മൾ ഉള്ളിയാണ് ഇവിടെ അരിഞ്ഞ് വെച്ചത്. ഒരു 4 അത്യാവശ്യം വലിയൊരു സൈസിലുള്ള 4 ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതാണ് കേട്ടോ. ചോപ്പ് ചെയ്ത് വെച്ചതാണ്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒരുപാട് ഓയിൽ വേണ്ട. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. ഉള്ളി ഒന്ന് വെന്ത് വന്നാൽ മതി. ഒരുപാട് അങ്ങ് വെന്ത് ചുരുങ്ങുക അല്ലെങ്കിൽ അങ്ങനെ കളറ് മാറുകയൊന്നും ചെയ്യണ്ട. നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഉള്ളിക്ക് വേണ്ടി ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. 1 ടീസ്പൂൺ നിറച്ച് ഞാൻ ഉപ്പ് എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇപ്പോൾ അത് ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇതിപ്പോൾ സ്റ്റീലിൻ്റെ ചീൻചട്ടി ആയതുകൊണ്ടാണ് അടിയിൽ ഇങ്ങനെ ആകുന്നത്. പക്ഷേ കുഴപ്പമില്ല, അത് ഫുഡിലേക്ക് വരുമൊന്നുമില്ല. അത് സ്റ്റീൽ ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് കളർ മാറുന്നതാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇങ്ങനെ ആയി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. 1 ടേബിൾ സ്പൂണാണ് എടുത്തത്. ഇനി അതും കൂടെ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ 20 സെക്കൻഡൊക്കെ മതിയാവും. അപ്പോഴത്തേക്ക് തന്നെ ആ ഒരു ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് പച്ചമണക്കൊന്ന് മാറി വന്നോളൂ. അത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് പൊടികളാണ് വേണ്ടത്. ഞാനിപ്പോൾ ടേബിൾ സ്പൂണിൻ്റെ അളവ് പറയുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഉണ്ടാവും. മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. പിന്നെ വേണ്ടത് മുളക് പൊടി. ഞാനിവിടെ എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും 1 ടേബിൾ സ്പൂണാണ് ചേർത്ത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. പിന്നെ വേണ്ടത് ജീരകപ്പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടി ഒരു 1/2 ടീസ്പൂൺ. ഇത്രയാണ് ഇതിൽ പൊടികളുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ പൊടികളൊക്കെ ഇവിടെ അളപ്സിന് ചേർക്കുമെന്ന് വെച്ചാൽ ചേർക്കണം തന്നെയാണ് കേട്ടോ. അതിലൊരു സംശയം വേണ്ട, ഇതൊക്കെ ചേർക്കണത് തന്നെയാണ്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇറച്ചിയാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. ഇറച്ചി എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ മിൻസ്ഡ് ബീഫ് ഇവിടെ വാങ്ങിക്കുന്ന ബ്രസീലിൻ്റെ ബീഫാണ് കേട്ടോ. അത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നമ്മുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ ആക്കി തരികയാണ് ചെയ്യുക. നമ്മൾ ബീഫ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ മുന്നിൽ നിന്ന് ഇങ്ങനെ ചെയ്തു തരും. അപ്പം ബ്രസീലിയൻ ബീഫാണ് ഞാൻ വാങ്ങിയത്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം വേവിച്ചെടുത്തതാണ്. ഉപ്പും കുരുമുളകും മാത്രം ഇട്ടിട്ട് വേവിച്ച് വറ്റിച്ചെടുത്തതാണ് ഇട്ടത്. അപ്പോൾ അത് നമ്മൾ കുക്കറിലൊന്നും വേവിക്കേണ്ട. ഈ ബ്രസീലിയൻ ബീഫ് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നതാണ്, പെട്ടെന്ന് വെന്ത് കിട്ടും. അങ്ങനെ ഒരുപാട് വേവൊന്നുമില്ല. അപ്പം നമ്മൾ ചെമ്പ് തന്നെ വേവിച്ചാൽ മതി. വെള്ളം ഒഴിക്കാണ്ട് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. ആ ഒരു വെള്ളം വറ്റുന്നത് വരെ അതിൻ്റെ വേവുള്ളൂ. അപ്പം അങ്ങനെ അതുപോലെ ആ ഒരു രീതിയിൽ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബീഫാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം രണ്ടും കൂടെ കൂട്ടിയിട്ട് ഒരു 2 മിനിറ്റ് നേരം ഞാനിതാ വേവിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു എല്ലാ മസാലൻ്റെ ടേസ്റ്റും ഒന്നിച്ചാവാൻ വേണ്ടിയിട്ട് 2 മിനിറ്റോളം ഞാനൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഇവിടെ റെഡി ആയിന്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് വേണ്ടത് ലീഫാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഇലകൾ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇലൻ്റെ പേരൊന്നും പറയാത്ത എന്താണെന്ന് വെച്ചാൽ ഇവിടെ കിട്ടുന്ന ഏത് ഇലയും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ ഇപ്പോൾ നാട്ടിലുള്ളവരൊക്കെ ആണെങ്കിൽ ഏത് ഇല എടുക്കുമെന്ന് വെച്ചാൽ ഒന്നുകിൽ പാസ്ലി എടുക്കുക. ഇനി അതും കിട്ടാത്തവരാണെങ്കിൽ മല്ലിച്ചപ്പ് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഏതെങ്കിലും ടൈപ്പിലുള്ള ഇലകൾ. ഇവിടെ ഒരുപാട് തരത്തിലുള്ള ഇലകളുണ്ട്. എല്ലാം സമൂസയിൽ ഇടുന്നത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും, നിങ്ങൾക്ക് കിട്ടുന്ന ഏതെങ്കിലും ഇല ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. അപ്പോൾ നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സമൂസ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ അതാ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ലേശം വെള്ളം കൂടി ഒഴിച്ചിട്ട് അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ലാസ്റ്റ് വരുന്ന ഭാഗം ഒന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ കലക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പശയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതവിടെ മാറ്റി വെക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും കണ്ടെയ്നറോ അല്ലെങ്കിൽ സിപ്പ് ലോക്കിൻ്റെ ബാഗ് ആയാലും കുഴപ്പമില്ല. ഞാനിവിടെ സമൂസ വെക്കുന്ന പാത്രമാണ് കേട്ടത്. ഈ ഒരു പാത്രത്തിലാണ് ഞാൻ വെക്കൽ. അപ്പോൾ അതും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഞാനിവിടെ റെഡിമെയ്ഡ് ഇങ്ങനത്തെ സമൂസ ഷീറ്റ് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതാണ് ഞാനെപ്പോഴും പറയുന്നതാണ് നാടൻ ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഷീറ്റാണിത്. ഇത് ഒരു മെഷീനിൽ ഒരേപോലെ വരുന്നതല്ല. ഇതെന്ന് വെച്ചാൽ നമ്മൾ കൈകൊണ്ടൊക്കെ പരത്തണ പോലെ ആ ഒരു ടേസ്റ്റിലാണ് കിട്ടുക കേട്ടോ. നമ്മൾ കൈകൊണ്ട് പൊടി കുഴച്ച് പരത്തി ഉണ്ടാക്കുന്ന സമൂസൻ്റെ അതേ ടേസ്റ്റാണ് ഉണ്ടാവുക. എല്ലാം ഒരേ തടിയായിരിക്കില്ല. ഇത് നമ്മൾ എന്താ പറയുക, മെഷീനിൽ വരുന്ന പോലെ എല്ലാത്തിനും ഒരേ തടിയല്ല കേട്ടോ. ഒന്ന് ചിലപ്പോൾ നല്ല തടി ഉണ്ടാവും, ചിലത് നല്ല നേരിയതായിരിക്കും. അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ടൈപ്പിലുള്ളത് എപ്പോഴും ഞാൻ കാണിക്കുമ്പോൾ ചോദിക്കലുണ്ട്, ഇത് എവിടെ നിന്നാണ് കിട്ടുക, എവിടെയാണ് വാങ്ങാമെന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കില്ല. അപ്പോൾ അതാ ഞാനിവിടെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ലുലു ആണ് കേട്ടോ. ഞങ്ങളുടെ റൂമിൻ്റെ അടുത്തുള്ള ലുലുവിലാണത്. അപ്പോൾ ലുലുവിൽ പോയാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഭാഗം കാണാം. അവിടെയാണ് ഈ ഒരു സമൂസ ഷീറ്റൊക്കെ വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതവിടെ സീറ്റ്സ് അങ്ങനത്തെ ഒരുപാട് ബ്രാൻഡൊക്കെ കണ്ടില്ലേ, അതിൻ്റെ ഒരു ഭാഗത്തുണ്ടാവും ഈ ഒരു രീതിയിൽ കേട്ടോ. ഇങ്ങനെയാണ് ഉണ്ടാവുക. ഈ ഒരു ബ്രാൻഡിന് അങ്ങനെ പ്രത്യേകിച്ച് വലിയ പേരുകളൊന്നും ഉണ്ടാവില്ല. ഇതിങ്ങനെ എന്താ പറയുക, ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക.
അതേപോലെ തന്നെ നമുക്ക് നാടൻ ടൈപ്പിലുള്ള സമൂസൻ്റെ ഷീറ്റും പിന്നെ വേണമെങ്കിൽ ഇതാ സമൂസൻ്റെ ഷീറ്റ് കണ്ടില്ലേ, ഒരു ചെറിയ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ടുള്ളത് അതുപോലത്തെ കിട്ടും. പിന്നെ ഒരു സ്ക്വയറിലുള്ളത് അതും ഉണ്ടാവും കേട്ടോ. അതെന്ന് വെച്ചാൽ നമ്മളെ മുത്തപ്പത്തിനുള്ളതാണ്. ഈ ഒരു സ്വീറ്റ്സ് വാങ്ങിയാൽ ഈ ഒരു ടേസ്റ്റ് അല്ല കേട്ടോ കിട്ടുക. അതൊരു വേറെ ഒരു ക്രഞ്ചി ആയിട്ട് വേറൊരു ടേസ്റ്റാണ് വരിക. ഇത് പക്ഷെ നമ്മൾ കുഴച്ചുണ്ടാക്കുന്ന അതേ ഒരു ടേസ്റ്റാണ് ഈ ഒരു നാടൻ പതിര് വാങ്ങിയാൽ കിട്ടുക. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മളെ മസാല, അടിപൊളി മസാല ആണിത്. ഇത് അറബിക് സ്റ്റൈലിലുള്ള മസാലയാണ്, സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ അതുകൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു മസാല ഉണ്ടാക്കുമ്പോൾ ഇങ്ങനത്തെ ബീഫ് തന്നെ എടുക്കണം കേട്ടോ, അതാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ നമ്മൾ ഓരോന്നും എടുക്കുക, ഞാൻ കാണിച്ച ഷീറ്റിൽ നിന്ന് ഓരോന്നും എടുക്കുക. എന്നിട്ട് അതൊന്ന് ഫോൾഡ് ചെയ്യുന്ന മെത്തേഡാണ് കാണിച്ചു തരുന്നത് കേട്ടോ. ഒരുപാട് ആൾക്കാർക്ക് അറിയെങ്കിലും അറിയാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട് കേട്ടോ. കുറേ ആൾക്കാർക്ക് ഇത് മടക്കാൻ അറിയില്ല എന്ന് എൻ്റെ അടുത്ത് തന്നെ നേരിട്ട് ഒരുപാട് ആൾക്കാർ പറയലുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ കയ്യിൽ വെച്ച് മടക്കണമെങ്കിൽ ഇങ്ങനെ മടക്കിയെടുക്കുക. ഒരു ഭാഗത്തെ കോർണർ ഇങ്ങനെ ഈ അറ്റത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഫോൾഡ് ചെയ്യുമ്പോൾ ട്രയാങ്കിളായിട്ട് ഇങ്ങനെ വരും. എന്നിട്ട് ലാസ്റ്റ് വരുന്ന ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒന്നത് ഇനിയിപ്പോൾ അതും കയ്യിൽ വെച്ച് മടക്കാൻ അറിയാത്ത ആൾക്കാരാണെങ്കിൽ ഇതുപോലെ ചെയ്യുക. ആ ഒരു പല്ലിൻ്റെ മേലെ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. ഇങ്ങനെ മടക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചിരുന്ന കോർണർ കണ്ടില്ലേ, ഒരു കോർണർ മേലെ വരും, ഒരു കോർണർ ആ ഒരു രീതിയിൽ നേരെ അവിടെയും വരും. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇതിനെ ഇനി തിരിച്ച് മടക്കി കഴിഞ്ഞാൽ ഇത് ട്രയാങ്കിളായിട്ടാണ് ഉണ്ടാവുക. ഇതിപ്പോൾ കണ്ടോ. അപ്പോൾ ഇത് നല്ലൊരു ട്രയാങ്കിൾ ആയിട്ട് വരും. ഇനി ഇത് എങ്ങനെ മടക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ട്രയാങ്കിൾ ഷേപ്പ് അങ്ങനെ തന്നെ ആ ഒരു മെയിൻറ്റെയിൻ ചെയ്തിട്ട് ലാസ്റ്റ് വരുന്ന ഭാഗം ഉള്ളിലേക്ക് അങ്ങ് മടക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത് ലാസ്റ്റ് വരുന്ന ഭാഗമല്ലേ, ഈ ഒരു ഭാഗം നമുക്ക് ആ ഒരു പൊടിയും കൂടെ ചേർത്തിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സമൂസ ഇവിടെ റെഡി ആയിട്ടോ. അപ്പോൾ 2 ടൈപ്പിലുള്ള ആ ഒരു ഫോൾഡിംഗ് ആണ് ഞാൻ കാണിച്ചത്. ഇനി ഞാൻ ഫില്ല് ചെയ്യുന്നതും 2 ഭാഗത്തിൽ കാണിച്ചു തരാം കേട്ടോ. ഒന്ന് ഞാൻ അപ്പോൾ കാണിച്ച ആ ഒരു മെത്തേഡിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു കോർണറില്ല, അതിവിടെ വരുന്ന രീതിയിൽ ഒന്നിങ്ങനെ മടക്കുക. എന്നിട്ട് ഒന്നും കൂടെ നിങ്ങൾക്ക് തീരെ അറിയാത്ത ആൾക്കാരാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ആ ഒരു മൈദൻ്റെ പശ ഇവിടെ ഒന്ന് തേച്ച് കൊടുക്കുക. അത് തീരെ അറിയാത്ത ആൾക്കാരാണെങ്കിൽ മാത്രമാണ്, എല്ലാത്തവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് ഇതിനെ നേരെ ഇങ്ങോട്ടേക്ക് മടുക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ ആ ഒരു പൊടിയും കൂടെ ചേർത്തതുകൊണ്ട് ഇതവിടെ ഒട്ടിയിട്ട് അവിടെ നിന്നോളും. ഇതിപ്പോൾ കണ്ടില്ലേ. അപ്പോൾ ഒട്ടിയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് കൈകൊണ്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ട്രയാങ്കിൾ പോവില്ല, നിങ്ങളെ കൈമന്ന് അത് പോവില്ല, അത് അവിടെ ഒട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ ഒരു ഫില്ലിങ് നിറച്ച് കൊടുക്കുക. അത്യാവശ്യം നല്ലോണം തന്നെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഇത് വേണ്ടില്ല, ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മളിതിങ്ങനെ ഒട്ടിച്ച് കൂടി എടുത്തതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒരുപാട് ആൾക്കാർക്ക് അറിയണമല്ലേ എന്നല്ല, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ആ ഫില്ലിങ് വെച്ചതിന് ശേഷം ഇതൊന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ ഓരോ ഭാഗവും ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്നതിനനുസരിച്ച് അതൊരു ട്രയാങ്കിൾ ആയിട്ട് തന്നെയാണ് വരിക കേട്ടോ. ഇനി ഇത് ലാസ്റ്റ് വരുന്ന ഭാഗമല്ലേ, ഞാൻ പറഞ്ഞ ലാസ്റ്റ് വരുന്ന ഭാഗം, ആ ഭാഗം ഒന്നും കൂടെ അങ്ങ് തുറന്നിട്ട് ആ ഭാഗത്തിലും മത്തിൻ്റെ മേലെ മൊത്തത്തിലൊന്ന് കുറച്ചും കൂടെ അങ്ങ് പൊടി അങ്ങ് തേച്ച് കൊടുക്കുക. ഇത് കണ്ടില്ലേ, ലൈറ്റായിട്ട് തേച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഇതിനങ്ങ് തിരിച്ചിട്ട് ആ ലാസ്റ്റ് വരുന്ന ഭാഗം ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് അങ്ങ് മടക്കി വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് ഒരു ഫില്ലിങ് നിറയ്ക്കുന്ന ഒരു മെത്തേഡ് കാണിച്ചത്. ഇനിയിപ്പോൾ രണ്ടാമത്തെ കാണിച്ചു തരാം, കയ്യിൽ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് വേഗം ഇതാണ് പാസ്, ഓരോരുത്തർക്ക് ഓരോ പാസ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 വിരലുകൊണ്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ട്രയാങ്കിളായിട്ട് ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യാൻ വേണ്ടി കിട്ടും. ഇതിപ്പോൾ കണ്ട ആ ഒരു കോർണറും ഇതേപോലെ ആക്കിയിട്ട് വരും. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇതാണ് കുറച്ചും കൂടെ എല്ലാവരും ചെയ്യുന്ന മെത്തേഡ്, ഇതായിരിക്കും എനിക്ക് തോന്നുന്നത്. ഈസിയാണ്, സ്ഥിരം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതായിരിക്കും കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ള മെത്തേഡ്. മറ്റത് തീരെ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു രീതിയിൽ കാണിച്ചു തന്നത്. ഇനിയിപ്പോൾ ഇതിനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇതേപോലെ തന്നെ ഫുള്ളായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വരുന്ന സമയത്ത് അത് ട്രയാങ്കിളായിട്ട് തന്നെ വരും. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് വരുന്ന ഭാഗമില്ല, ആ ഭാഗം ഒന്ന് തുറന്നിട്ട് അവിടെ കുറച്ച് പൊടി തേച്ച് കൊടുക്കുക. അപ്പോൾ ലൈറ്റായിട്ട് അത് തേച്ച് കൊടുത്തതിന് ശേഷം അതിനെ ബാക്കി വരുന്ന ഭാഗം ആ ഉള്ളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ കണ്ടില്ലേ. അപ്പോൾ ഇത് റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് സിമ്പിളായിട്ട് നമ്മൾ സമൂസ ഷീറ്റ് വെച്ചിട്ട് ഫോൾഡ് ചെയ്യുന്നത് കേട്ടോ. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഞാൻ ചെയ്യലെന്ന് വെച്ചാൽ ഈ ഒരു കോർണറിലും എൻ്റെ കയ്യിലുള്ള ആ ഒരു മൈദപ്പൊടിൻ്റെത് തേച്ച് കൊടുക്കലുണ്ട്. അങ്ങനെ തേക്കണം എന്നില്ല, എണ്ണയൊന്നും കയറൂല കേട്ടോ. ആ ഒരു ചെറിയൊരു ഹോൾസ് കൂടി അങ്ങനെ എണ്ണയൊന്നും കയറൂല. പക്ഷേ ഞാനിങ്ങനെ ചെയ്യലുണ്ട്, കുറച്ചൊന്ന് ആ ഒരു പൊടി അവിടെയും കൂടെ തേച്ച് കൊടുക്കലുണ്ട് കേട്ടോ. എന്നാലൊന്നും കൂടെ ഒരു സേഫാന്നുള്ള രീതിയിൽ ഇങ്ങനെയാണ് ഞാൻ പൊരിച്ചെടുക്കൽ. ഇപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനെങ്ങനെ ഫ്രീസ് ചെയ്യാന്ന് വെച്ചാൽ ഇതുപോലെ പരന്ന പാത്രത്തിലിട്ടിട്ടാണ് നമ്മൾ ഫ്രീസറിൽ വെക്കേണ്ടത്. എന്നിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് ഐസായി എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതൊന്ന് മെല്ലെ അടർത്തിയെടുക്കാം. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ അടർത്തി എടുത്തതിന് ശേഷം മാറ്റി ഒന്നും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോഴാണ് നമുക്കിനി പിന്നെ എപ്പം വേണമെങ്കിലും ഇത് ഫ്രീസറിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് എടുക്കാൻ വേണ്ടി പറ്റുക. അല്ലാണ്ട് നിങ്ങൾ ഒറ്റയടിക്ക് ഇത് ഫ്രീസറിൽ വെച്ചിട്ട് അത് അങ്ങനെ തന്നെ അവിടെ മൂടി കുറേ ദിവസത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഐസ് പോവണമെങ്കിൽ ഓരോ സമയത്തും ഇത് മൊത്തം എടുത്തിട്ട് എടുക്കേണ്ടി വരും. അപ്പം അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ആവശ്യമുള്ളത് ഓരോന്നോരോന്ന് അടർത്തി എടുക്കാൻ പറ്റുന്നതാണ് കാണിച്ചു തന്നത്.
ഇനിയിപ്പോൾ അത് എണ്ണ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലോണം ചൂടായി കഴിഞ്ഞാൽ പിന്നെ ചെറിയ തീയിലാക്കി വെച്ചിട്ടാണ് നമ്മളിത് പൊരിച്ചെടുക്കേണ്ടത്. തീ തീരെ കൂട്ടി വെക്കരുത്. നമ്മളിത് ഫോൾഡ് ചെയ്ത് എടുക്കുന്നതായതുകൊണ്ട് ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ സിമ്മിലിട്ടിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. പിന്നെ എന്താ പറയുക, ഈ ഒരു ഷീറ്റ് ഞാനിപ്പോൾ റെഡിമെയ്ഡാണ് വാങ്ങിച്ചതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് ഇവിടെ ഇഷ്ടംപോലെ കിട്ടുന്ന സാധനം ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ കാണിച്ചത്. ഇനിയിപ്പോൾ ഈ ഒരു ഷീറ്റ് നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതും കഴിഞ്ഞ വർഷം അതിൻ്റെ മുന്നത്തെ വർഷമൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇനി അതാർക്കെങ്കിലും ആ ഒരു ഹോം മെയ്ഡ് ഷീറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനത് കാണിച്ചു തരാം അതെങ്ങനെയാണ് വീട്ടിൽ ഉണ്ടാക്കുക എന്നുള്ളത്. ആ ഒരു ഷീറ്റ് ഇപ്പോൾ അതാ ഫസ്റ്റത്തെ ആ ഒരു 4 സമൂസയും ഞാനിവിടെ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക. അതേപോലെ തന്നെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് ഞാൻ വേവിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ സിമ്മിലിട്ടിട്ടാണ് വേവിച്ചെടുത്തത്. തീരെ എണ്ണയൊന്നും കുടിക്കുക ഒന്നും ചെയ്യൂല കേട്ടോ. നല്ല ഡ്രൈ ആയിട്ട് തന്നെയാണ് ഉണ്ടാവുക. ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ സമൂസയും ഇതേപോലെ തന്നെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ചെറിയ സിമ്മിലിട്ടിട്ട് പൊരിച്ചെടുത്താൽ മതി. അന്നേരമാണ് നല്ല ക്രിസ്പി ആയിട്ടും ഇതേപോലെ കിട്ടുക. ഇപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് ഇത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള സമൂസ റെഡിയാണ്. നമുക്ക് നോമ്പിനൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനമല്ലോ സമൂസ എന്ന് പറയുന്നത് അല്ലേ. നമുക്കെല്ലാം ഇവിടെ സ്ഥിരം കുട്ടികൾക്കും അസ്ലങ്ങൾക്കെല്ലാം നിർബന്ധമാണ് ഈ ഒരു സമൂസ. അപ്പോൾ ഇതിൻ്റെ ഒരു ശബ്ദവും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്. നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക. നല്ല നമ്മൾ പുരയിൽ നിന്ന് ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാവുക. നമ്മൾ സിറ്റ്സിൻ്റെ ഒക്കെ ഷീറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അതിങ്ങനെ പൊടിഞ്ഞിട്ടാണ് പോവുക. അത് കണ്ടില്ലേ, നമ്മൾ മുറിക്കുന്ന സമയത്ത് നമ്മൾ പരത്തി ഉണ്ടാക്കി പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന അതേ രീതിയിലാണ് ഈ ഒരു സമൂസ ഉണ്ടാവുക കേട്ടോ. അതാണ് ഈ ഒരു നാടൻ പതിര് വാങ്ങിയിട്ട് ഉണ്ടാക്കിയാലുള്ള ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് കാണിച്ച ഈ ഒരു സമൂസ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ശരി, അസ്സലാമു അലൈക്കും.